1-ാം തീയതി, അതായത് തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ സിനിമ. നമ്മൾ രാവിലെ റെട്രോയെ പറ്റി പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരം ഹിറ്റ് 3 കണ്ടു. നാച്ചുറൽ സ്റ്റാർ നാനിയുടെ ഓൾ കേരള നാച്ചുറൽ സ്റ്റാർ നാനി ഫാൻസ് അസോസിയേഷൻ രാവിലെ 6 മണിക്ക് ആലപ്പുഴ സീതാസിൽ ഒരു ഷോ വെച്ചിരുന്നു. അതിന് ഞങ്ങൾക്ക് ടിക്കറ്റും കിട്ടി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ നടന്നില്ല. കാര്യം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്തോ പ്രശ്നം കാണാം, ഷോ നടന്നില്ല. അപ്പോൾ അതേ ടിക്കറ്റിൽ ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് ഒരു ഷോ കണ്ടു. അത് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ പറയൂ. ഇൻസ്റ്റയിലൊരു ചളി കണ്ടായിരുന്നു. ചളി പറ. നല്ല ചളിയാ. കേൾക്കട്ടെ. പക്ഷേ 3 പാറ്റകളൂടെ ഒരു സിനിമ കാണാൻ പോയി. പക്ഷെ അവർ തിരിച്ചു വന്നില്ല. എന്താ ഹിറ്റടിച്ചാണോ? പടം ഹിറ്റായിരുന്നു. ശുദ്ധഹാസ്യം. മരിച്ചിട്ടില്ല. അയ്യോ അല്ല, ഇത് കട്ട് ചെയ്തിട്ട ഇപ്പൊ തന്നെ ആളുകൾ മാറ്റിട്ട് പോയി. അതെ. അപ്പോൾ ഹിറ്റ് 3 കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് വന്ന് ഞങ്ങളുടെ ഈ വീഡിയോ കാണുക. ഇതിനകത്ത് നല്ല രീതിയിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ നമ്മൾ ഹിറ്റ് 3യെ പറ്റി സംസാരിക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് 3 കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത് എന്താണ്? ഇച്ചിരി അലമ്പാലും പിന്നെ ശരിയാക്കാം. പിന്നെ ശരിയാക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല അല്ലേ? ഓ അങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞ പറ്റി പറഞ്ഞ തുടക്കം കുറച്ച് അലമ്പാണല്ലോ, പിന്നീട് അവർ ശരിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങ് പോട്ടെ. ഇന്ന് കണ്ട 2 പടങ്ങൾക്ക് കുറച്ചധികം സാമ്യമുണ്ട്. ഇത് എപ്പോഴും നിങ്ങൾ പറയുന്നത്. അതായത് സാമ്യത്തെ പറ്റി പറയും. 2 പടങ്ങളിലെയും നായകന്മാർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ചിരിക്കും. അത് 2 പടത്തിലുണ്ട്. 2 പടത്തിലെയും വില്ലന്മാർ നടത്തുന്ന ഒരു കൾട്ടാണ്. ഞാൻ മറന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഉദ്ദേശം എന്തോ ഒരു കൾട്ട്. നീ റെട്രോ കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ റെട്രോയും ഹിറ്റ് 3 ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ റെട്രോയ്ക്കകത്തും വില്ലൻ ഇതുപോലെ കൾട്ടാണ് നടത്തുന്നത്. അപ്പൊ അതിലേക്ക് നായകൻ ഇൻഫിൽട്രേറ്റ് ചെയ്ത് നായകൻ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൾട്ടിൽ ഇൻഫിൽട്രേറ്റ് ചെയ്ത് എല്ലാരും രക്ഷപ്പെടുത്തി എടുക്കുകയാണ്. സീക്വൻസുകൾ 2ലുണ്ട്. അതിനകത്ത് ഒരു എലമെന്റും കൂടെ എക്സ്ട്രാ ഉണ്ട് റെട്രോയ്ക്കകത്ത്. ഇതിനകത്ത് ആ എലമെന്റ് ഇല്ല. അതും കൂടെ വന്നിരുന്നെങ്കിൽ ഒരു 3.5 മണിക്കൂറിലേക്ക് ശരിക്കും ഇപ്പോൾ ഹിറ്റ് 3 നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ് കണ്ട റിവ്യൂലൊക്കെ ഹിറ്റ് 3ക്ക് ഒരു ഭേദപ്പെട്ട റിവ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ പടം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നോക്കിയിട്ട് ഹിറ്റ് ഫസ്റ്റ് സെക്കൻഡ് അവേഴ്സ് ഒക്കെ ഹിറ്റ് 3 ഭയങ്കര വേറൊരു ടൈപ്പ് ഓഫ് ഒരു പടമാണ്. ഇൻവെസ്റ്റിഗേഷൻ പടം പോലൊന്നും അല്ല. ഒരു യൂഷ്വൽ ഒരു ഹീറോ പടം ഉണ്ടല്ലോ, ഒരു യൂഷ്വൽ ഒരു ഹീറോ ബേസ്. നാനിക്ക് വേണ്ടി കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, പറയാതിരിക്കാൻ. നമുക്കറിയത്തില്ല നാനിയോട്. ഹിറ്റ് 1ഉം 2ഉം കണ്ടിട്ടില്ല. 3 ആണ് നേരെ കാണുന്നത്. അപ്പൊ എനിക്കൊരു ജനറിക് പടം, ജനറിക് അന്വേഷണ ആക്ഷൻ ത്രില്ലർ മൂവി. ആക്ഷൻ ത്രില്ലർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ആക്ഷൻ ത്രില്ലർ. ഇൻവെസ്റ്റിഗേഷൻ വളരെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് എങ്ങോട്ടാ ഇത് പോകുന്നതെന്ന് അറിയാൻ. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ചധികം ഹീറോ വർഷിപ്പിങ്ങും മറ്റേ ആ കൾട്ടൊക്കെ വന്നപ്പോഴേ കുറച്ച് അത് വേറൊരു ലൈനിൽ പോയതുകൊണ്ട് ഫൈറ്റ് സീൻസ് എല്ലാം ഇച്ചിരി കുറച്ച് എക്സ്ട്രീം. എനിക്ക് പക്ഷേ ഫൈറ്റ്സ് കുറച്ച് അതായത് ഫൈറ്റ് സീൻ, ആ കോറിഡോറിലുള്ള ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കുറച്ച് രസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അത് മാത്രം നമുക്കിങ്ങനെ ഇത് കൊള്ളാം എന്ന് പറയുന്ന പോലെ പടം വേറെ എന്ന് പറയുന്നത് കുറയ്ക്കാൻ തോന്നിയോടാ ഫൈറ്റ് സീൻസ്. എനിക്ക് മറ്റേ കോറിഡോർ ഫൈറ്റ് സീനൊക്കെ ഇഷ്ടപ്പെട്ട ആ റിങ്ങിലുള്ള 5 പേരുടെ അത് എനിക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കോറിഡോർ ഫൈറ്റിൽ ആ സമയത്ത് കുറച്ച് രസമായിട്ട് തോന്നി. ആ സമയത്ത് കുറച്ച് പരിപാടികളുണ്ടല്ലോ. പക്ഷെ ഇത് പ്രശ്നം തീരുന്നില്ല, ഇതിങ്ങനെ പോവാ ഫൈറ്റ് നടന്നോണ്ടേ ഇരിക്കുക. ചേട്ടൻ പറഞ്ഞാൽ ഇടയ്ക്ക് കണ്ണെടുക്കുമ്പോൾ ഇനി കുറച്ച് നേരം ഗൺ ഫൈറ്റ് കാണാം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കൈവച്ച് വെട്ടിക്കൊല്ലണം, വാളുകൊണ്ട് വെട്ടിക്കൊല്ലണം എന്ന് പറയുന്നൊരു ഇതിലേക്ക് പോവാം. പിന്നെ ഈ സിനിമയിൽ കുറച്ചധികം വയലൻസ് ഉണ്ട്. അത് നമ്മൾ പിന്നെ ഈ തിയേറ്റർ റെസ്പോൺസ് ഞാൻ കണ്ടപ്പോഴാണ് അത് ഒരുപാട് ഒരു ഒന്നുമല്ല, മാർക്കൊക്കെ മേളിലുണ്ടെന്നൊക്കെ പറഞ്ഞ്. ശരിക്കും ഈ വയലൻസ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് ആവശ്യമാണെങ്കിൽ പ്ലേസ് ചെയ്യുക എന്നുള്ള സംഭവമാണ്. ഇപ്പോൾ ഈ പടത്തിൽ ഞാൻ ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത്രയും വയലൻസ്, മാർക്കൊക്കെ വലിയ വയലൻസ് പടമാണോ എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് ഈ സിനിമയിൽ നിങ്ങൾ ആ വയലൻസ് കാണുമ്പോൾ ഈ അർജുൻ സർക്കാർ അത് ചെയ്യണം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നും എന്നുള്ള ലൈനാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ പുള്ളി ഉദ്ദേശിക്കുന്നത് കഥാപരമായി ചിന്തിച്ചാൽ ആ പോയിന്റിൽ നായകൻ ഇവരെ എങ്ങനെ കൊല്ലുന്നത് കാണുമ്പോൾ നമുക്ക് വർക്കാവണം എന്നുള്ളതാണ്. പക്ഷേ നമുക്കതങ്ങനെ വർക്കായിട്ടില്ല എന്നത്രേ ഉള്ളൂ. വളരെ മോശം പടമൊന്നല്ല, ഒരു മിഡ് പടം. എനിക്ക് 2 ഹാഫ് സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ബെറ്റർ ഹാഫാണ് ഈ പടത്തിന്റെ.
സെക്കൻഡ് ഹാഫിൽ ഈ പറയുന്ന പോലെ 1-2 ഫൈറ്റ് സീൻസ് ഒഴിച്ച് മാറ്റി നിർത്തിയാൽ സ്ക്രിപ്റ്റ് വൈസ് വളരെ സ്റ്റാക്കിംഗ് ആണ്, ഒരിടത്ത് നിൽക്കുവാണ് പടം. പിന്നെ പടം ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം സെറ്റ് ആവുമെന്ന് വിചാരിക്കാൻ നേരത്തൊന്നും എന്തോ അറിയാം, ഉടനെ ശ്രീനിധി വരും, അപ്പോൾ ഒരു ഷിഫ്റ്റ് അടിക്കും. അതാണ് പ്രശ്നം. ആ ക്യാരക്ടറിനെ പടത്തിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ദൂരെ എറിഞ്ഞാൽ പടത്തിന് ഒരു കുഴപ്പമുണ്ടാകും. നായകന്മാരോടുള്ള വിരോധം കൊണ്ട് പറയുമല്ല, ഇങ്ങനെ നായികമാരെ പല പ്രാവശ്യമായിട്ട് എഴുതി കണ്ടിട്ടുള്ളതുണ്ട്. അതെ, അത് ചേട്ടൻ എത്ര വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അല്ലേ ആവശ്യമില്ലാതെ. ഞാൻ ഇനിഷ്യലി ഇവൻ ഡേറ്റ് ചെയ്യത്തില്ലേ, അപ്പൊ ഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാ പിള്ളേരോടും കുറച്ച് മോശമായിട്ട് ഇവൻ ബിഹേവ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഇച്ചിരി കൊനഷ്ടമുള്ള ഒരു നായകൻ. പക്ഷെ ശ്രീനിധി വരുമ്പോൾ ഇത് മൊത്തത്തിൽ മാറി ഐസ് ഫ്രൂട്ട് പോലെ അലിയും. എന്താ പിരി എന്ത് പിരി ആ വൈവിലൊക്കെ. ആ ലവ് ട്രാക്ക് കുറച്ച് ഷോർട്ട് ചെയ്യാനും തോന്നി, അത്ര അത് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ലവ് ട്രാക്ക് വേണ്ടായിരുന്നു, പടത്തിന്റെ മൂഡ് സ്പോയിൽ ചെയ്യുക. അതായത് അവിടെ ഭയങ്കര സംഭവം പെട്ടെന്ന് കട്ട് ചെയ്ത് കാരണത്തിന് ശ്രീനിധി ഷെട്ടി മറ്റേ തലയിലെ ക്ലിപ്പ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും പ്രയോഗം വരും. ഇത് ഇവിടെ കാണിക്കണ്ടത്, കാരണം ആ പടത്തിന്റെ ഫ്ലോ ഭയങ്കരമായിട്ട് നശിപ്പിക്കുന്ന അല്ലേ. അതായത് ഓൾറെഡി പടം ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. പക്ഷെ സ്റ്റിൽ പോകുന്ന പോക്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡ് ബ്രേക്കർ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇത് വരും. മറ്റേ ഈ പടത്തിന് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടുന്നില്ലായിരുന്നു. അതായത് ഇങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ സ്റ്റാഗ്നന്റ് ടൈപ്പ് കുറച്ചിങ്ങനെ കയറണമായിരുന്നു. അപ്പോൾ ഈ ശ്രീനിധിയുടെ ട്രാക്ക് കുറച്ച് കട്ട് ചെയ്ത് കുറച്ചിരുന്നെങ്കിൽ അതിനകത്ത് തന്നെയുള്ള എലമെന്റ്സ് കുറച്ച് ഈ ഫൈറ്റ് കട്ട് ചെയ്ത് കുറച്ചതൊരു കേറ്റായിരുന്നു. പക്ഷേ ആ ക്ലൈമാക്സ് ഇല്ല, ഒരു റിവീൽ ഇല്ല, മറ്റവന്മാരെ വിളിക്കുമല്ലോ, ആ എലമെന്റ് കുറച്ച് ഫണ്ണായിരുന്നു. പക്ഷെ അത് കുറച്ച് നമ്മൾ തളർന്നിരിക്കുമ്പോഴാണ് സാധനം വരുന്നത്. അല്ല, അതും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും കാണാത്തവർക്ക് ആരുടെ ഉപകാരമൊക്കെ ചോദിക്കുന്ന എനിക്ക് ട്രെയിലർ വെച്ച് ഈ സീരീസിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അവിടെ ഒരു ഹൈ അല്ലേ. ശരി, അവന്മാരോട് വരുമ്പോഴത്തേ ശരിയാണ് പുള്ളി ഒറ്റയ്ക്ക് നടിക്കുവാണല്ലോ. അല്ല, ആ സാധനം ഏറ്റവും കൂടുതൽ വർക്കാകാൻ പോകുന്നത് അവിടെ ആയിരിക്കും ഇല്ലേ. അല്ല, അതിന് മുമ്പ് 1-2 സാധനങ്ങള് നാനി ഫാൻസിന് വേണ്ടിയിട്ടുണ്ട്. മറ്റേ ആ റിംഗ് ഫൈറ്റിൽ തന്നെ ലാസ്റ്റ് ആളെ വന്നിട്ട് പെണ്ണിനോട് പറയുന്ന അത് ഓൾറെഡി ട്രെയിലർ തന്നെ ബിലോങ് ഹിയർ എന്ന് പറയുമ്പോൾ ഞാൻ കരിയർ തുടങ്ങിയപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനമുണ്ട്. പക്ഷെ നമ്മളിവിടെ കേട്ടോ ബിലോങ് ഹിയർ എന്നല്ല, യു ഡോണ്ട് സർവൈവ് എന്ന് പറയുന്നത്. തുടക്കം പറയുന്നുണ്ട് പോലീസുകാർ ഇത് സർവൈവ് ചെയ്തില്ല. അപ്പൊ അതാ. പിന്നെ ഡബ് ഒരു കുറച്ച് ഇഷ്യൂസ് ഞങ്ങൾ കണ്ടത് മലയാളം ഡബ്ബായിരുന്നു. ഡബിന്റെ പ്രശ്നം ഡബ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല, അതിന്റെ മിക്സിൽ ഇടയ്ക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ വായനക്കും, പക്ഷേ സൗണ്ട് ഒന്നും വരത്തില്ല. പ്രത്യേകിച്ച് ഞാനിവിടെ പിന്നെ ഡബിൾ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ തിയേറ്ററിന്റെ ആണോന്ന് അറിയത്തില്ല. പിന്നെ തിയേറ്ററിനാണെന്നാലും ഒരാളുടെ സ്പെസിഫിക് ആയിട്ട് ഒരാളുടെ ട്രാക്ക് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഡബിൾ ആവുന്നത്. പിന്നെ ഇടയ്ക്ക് തെലുങ്ക് തന്നെ കേൾക്കും. ലാസ്റ്റ് ഒരു ഡയലോഗ്സ് അല്ലല്ല, ഒരെണ്ണമല്ല, അത് തമിഴൊക്കെ വരുന്നുണ്ട്. എന്തേലും കണ്ടിട്ട് മണ്ടനായ അതെ, അവര് പറയുന്നത് എന്തേലും കണ്ടേ ചെയ്തിട്ട് എടാ ലാംഗ്വേജ് പ്രശ്നമല്ല. ഇടി നടക്കുന്ന ഇടയ്ക്ക് എന്ത് ലാംഗ്വേജ് ഡിഷും പരിപാടി. നീ ഏതാ എഡിറ്റ് ചെയ്യുന്നത്? ഞാൻ മലയാളം എഡിറ്റ് ചെയ്യുന്നത്. അത് ഞാൻ പക്ഷേ ഇന്നലെ തെലുങ്ക് അയച്ചു ഇനിയിപ്പം മാറ്റാനൊന്നും പറ്റില്ല. ഒരു ടൈം ലൈനിലിട്ട് എല്ലാവരുടെയും വോയിസ് ഡബ് ചെയ്ത് ഇറക്കി വെച്ചിരിക്കും. ഇതെല്ലാം ഇങ്ങനെ ലെയറായിട്ട് വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ലെയർ ഓണായി വരുന്നതായിരിക്കും. പിന്നെ സിനിമയുടെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് സനു ജോൺ വർഗീസാണ്. നമ്മുടെ ആർക്കറിയാം സിനിമയുടെ ഡയറക്ടറാണ്. പുള്ളിയാണ് DOP ചെയ്യുന്നത്. DOP കൊള്ളായിരുന്നു. കുറേ നല്ല ഷോട്ടുകളും കാര്യങ്ങളൊക്കെ വിഷ്വലി കുറച്ച് രസമുണ്ട്. നല്ല കാശ്മീരൊക്കെ കാണിച്ച ആ ഏരിയസ് ഒക്കെ കുറച്ച് രസമുണ്ട്. സ്ഥിരം ആളല്ല, സ്ഥിരം മറ്റേ പുള്ളിയല്ലേ ചെയ്തോണ്ടിരുന്നത്. ഹിറ്റ് 1ഉം 2ഉം വേറൊരു ആണോ? സ്കെയിൽ വൈസ് വലുതായല്ലേ ശരിക്കും മൂഡ് വൈസ് എനിക്ക് നേരത്തെ ട്രെയിലേഴ്സ് ഞാൻ കണ്ടുള്ളൂ. മൂഡ് വൈസ് കംപ്ലീറ്റ്ലി വേറെ സ്ട്രിക്ട്ലി നീ പറഞ്ഞ പോലെ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന സംഭവമാണ്. ഇതിനകത്ത് കുറച്ചും കൂടെ വേറെ ക്യാരക്ടർ ഡ്രാമ പോലെ തോന്നി. ആ ക്യാരക്ടർ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പിന്നെ അങ്ങനെ ട്വിസ്റ്റ് ഒന്നും ഭീകരമായിട്ടൊന്നും ഇല്ല. 1ഉം 2ഉം നമുക്കൊരു സസ്പെൻസ് റിവ്യൂല് സംഭവമില്ലേ. ഇതിനകത്ത് അങ്ങനെ സംഭവം മിഡ് പോയിന്റ് കഴിഞ്ഞിട്ട് ആ കൊലപാതകങ്ങൾ എന്തിനാ നടത്തുന്നത്, ഈ ഡാർക്ക് വെബ് അങ്ങനെ പുതിയ അതൊക്കെ ആക്ച്വലി ഈ ഡാർക്ക് വെബ് അതിലൂടെയുള്ളൊരു ആ സാധനങ്ങളൊക്കെ വളരെ പുതുമയുള്ളതാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർക്കുവാണ്. 3 പേര് വട്ടം കൂടി ഇരുന്നിട്ട് എടാ എന്താ സംഭവം അറിയോ, ഇത് മറ്റേ പരിപാടി മറ്റേ ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇരുന്നങ്ങ് സംസാരിച്ച് പരിപാടി അങ്ങ് തീർക്കും. അല്ലാതെ നമുക്ക് ഈ ഇൻഫർമേഷൻ തരുന്നത് പടം തീരാറാകുമ്പോൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് 3 മെയിൻ ക്യാരക്ടേഴ്സ് ഇരുന്നിട്ട്
ഇതങ്ങ് കോൺവെർസേഷനിൽ പറഞ്ഞു തീർക്കുകയും അപ്പം നമ്മൾ ആലോചിക്കും എടാ ഇതൊക്കെ ഓക്കെ എന്തായിരുന്നു പടത്തിൻ്റെ കഥ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ റിവീൽ ചെയ്തില്ല ഒരു പണി ചെയ്യാം 3 ക്യാരക്ടേഴ്സിനെ വിളിക്ക് ചേട്ടൻ പറഞ്ഞ പോലെ എടാ സെറ്റൊന്നും വേണം എൻ്റെ വീടിൻ്റെ അത് കാരണം എല്ലാം ക്ലോസപ്പ് ഷോട്ട് ഇത്രയും ക്ലോസപ്പ് ഇല്ല ഷോട്ട് വെച്ച് അപ്പോൾ അതാണ് ഇത് ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് എവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന അറിയുന്ന രീതിയിലാണ് ബേസിക്കലി ആശുപത്രി കിടക്കുക അല്ലേ ആശുപത്രിയിലാണെന്ന് തോന്നുന്നു അല്ലേ ഈ സംഭവം എന്ന് വെച്ചാൽ ഈ എക്സ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഒരു കഥയ്ക്കകത്ത് പുതിയ എലമെന്റ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് 2 ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് നിനക്ക് അറിയത്തില്ല എനിക്കറിയാം ഞാൻ നിനക്ക് പറഞ്ഞു തരണം പക്ഷെ അത് കുറച്ച് രസകരമായിട്ട് എഴുതാം ഇപ്പം ഇൻസെപ്ഷനെ എക്സ്പോസിഷൻ അങ്ങനെ എന്തോ വിളിക്കും കാരണം അതിനകത്ത് ഫുള്ള് ഈ ഇൻസെപ്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീനുകളാണ് ഒരു സീൻ ടു അടുത്ത സീൻ എക്സ്പ്ലെയിൻ ചെയ്യും പക്ഷെ അത് നമ്മളിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആണിത് പക്ഷേ ഇങ്ങനത്തെ നോർമൽ സിനിമകളിൽ ഈ എക്സ്പോസിഷൻ സീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടിച്ച് നിൽക്കും എന്നിട്ടാണ് 3 പേരും ബാ എല്ലാവരും കൂടി കഥ സംഭവിച്ചതല്ലേ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞുതരാം നിങ്ങളോടൊപ്പം ഓഡിയൻസ് മനസ്സിലാക്കും അല്ലെങ്കിൽ ഇത് അന്വേഷണത്തിൽ റിവീൽ ആവണം അത് അന്വേഷിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ റിവീൽ ആയിട്ട് അങ്ങനെ അത് നമുക്ക് ഒരു രസം അത് കണ്ടോണ്ടിരിക്കാൻ പറ്റും ഇപ്പം 3 പേരും കൂടെ വട്ടസമ്മേളനം കൂടിയിട്ട് ഒരാൾ ഭയങ്കര മണ്ടൻ ശ്രീനിധിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് ആ സാധനമാണ് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ സാധനം അത് പക്ഷെ പലപ്പോഴും ഈ എക്സ്പോസിഷൻ എപ്പോഴും പാടാണത് ചെയ്യാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് കുറച്ച് പുതിയ ഒരുപാട് എലമെന്റ്സ് ഉണ്ട് നല്ല രസകരമായ എലമെന്റ്സ് ഉണ്ട് പക്ഷെ അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ തുടക്കമൊക്കെ കുറച്ച് ഈ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല എലമെന്റ്സ് ഉണ്ട് അതായത് ഒരു 3 പേരെ സസ്പെക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഒരാളെ കണ്ടുപിടിച്ചില്ല അപ്പം ഈ വീട്ടിൽ ആദ്യം പോയി ഈ വീട്ടിലെ ആളല്ല ആ അടുത്ത വീട്ടിൽ പോയി ആ വീട്ടിലെ ആൾ 3ാമത്തെ വീടാണ് പക്ഷെ അത് 3ആയിട്ട് ആ ഓർഡറിൽ കാണിക്കുന്നതിന് പകരം ഇത് 3 ഇന്റർകട്ട് ചെയ്യും ഇപ്പൊ ഒരു രസം ഉണ്ടായിരുന്നു ഏത് വീട്ടിലാന്ന് ഇങ്ങനെ പിന്നെ അത് ഡൗട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇവരിങ്ങനെ എല്ലാത്തിനും അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലം ലൊക്കേഷൻ ഇന്ന സ്ഥലം ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മളാണെങ്കിൽ എന്തിനാണ് എഴുതി കാണിക്കുന്നത് ചിലർ കാട്ടിൽ പോകുമ്പോൾ കാർഡ് കാണിച്ചിട്ട് കാർഡെന്ന് എഴുതി വെക്കും നമ്മൾ എന്തിനാണ് കാർഡ് എഴുതി വെക്കുന്നത് നമുക്കറിയാലോ ഇത് കാട്ടിലാണ് നടക്കുന്നത് നമ്മളത് ചോദ്യം ചെയ്യുന്നില്ല അങ്ങനത്തെ അവർ എനിക്ക് തോന്നുന്നത് അത് ഫോളോ ചെയ്തോണ്ടാണ് തുടക്കത്തിൽ ഇത് 1-2 സ്ഥലത്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിലേ ചിലപ്പോൾ നമ്മളതൊരു മിസ്റ്റേക്ക് പോലെയോ ഇല്ലെങ്കിൽ ഇതൊരു മറന്നു പോയതുപോലെ ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചായിരിക്കും ഇവർ ത്രൂ ഔട്ട് അത് ഒരാളെ കട്ട് ചെയ്യാൻ ഒരു സ്പെസിഫിക് വെപ്പൺ യൂസ് ചെയ്യുമ്പോൾ ആ വെപ്പണിന്റെ പേരൊക്കെ എഴുതി വരും മറ്റേ ആ ടോർച്ചറിങ് വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്തില്ല അപ്പൊ ആസാമീസ് ടോർച്ചറിങ് വെപ്പൺ എന്നൊക്കെ പറഞ്ഞ് എന്തോ എഴുതിയൊക്കെ വരും അതൊക്കെ വരുമായിരുന്നു അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും ഹിസ്റ്റോറിക്കലി എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ആണ് ഇവരുടെ റിസർച്ച് കണ്ടെത്തിയ ഒരു സാധനമായിരിക്കും അപ്പൊ അത് സിനിമയ്ക്കകത്ത് ഇങ്ങനെ പരാമർശിക്കുന്നില്ല നമ്മൾ ഇവനെ ആസാമീസ് ടോർച്ചർ അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പൊ അത് എഴുതി വരട്ടെ സിനിമയിൽ മറച്ചിട്ടൊന്നുമില്ല കൊല്ലൽ ഓൺലി അതെ അതെ അങ്ങനെ കഴുത്തറത്ത് കൊല്ലുകയാണ് ആൾക്കാർ CTK അതന്നെ ക്യാപ്ചർ ടോർച്ചർ കിൽ ക്യാപ്ചർ ടോർച്ചർ കില്ല അല്ലേ അതായത് ഡാർക്ക് വെബിലെ ടിക്ടോക്ക് അതായത് അവിടെ ടിക്ടോക്കിൽ ആൾക്കാർ ഡാൻസ് കളിക്കല്ലേ ചെയ്യുന്നത് ആർക്കും അറിയത്തില്ല പിന്നെ എനിക്ക് ഒരുപാട് ലോജിക്കലി കുറെ കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നത് പിന്നെ കൊമേഴ്ഷ്യൽ പടത്തിന്റെ ലോജിക്കാണ് എനിക്കത് കുറച്ച് പക്ഷെ എന്നാൽ കൊമേഴ്ഷ്യൽ പടമാണല്ലോ ചേട്ടാ ഈ പടത്തിൽ ഇപ്പം നാനി വരുമ്പോഴേ നാനിക്കൊരു ലാർജർ ദാൻ ലൈഫ് ഒരു ഇമേജ് ഇല്ലല്ലോ പുള്ളി കുറച്ചുകൂടെ നമ്മളിപ്പോൾ പുള്ളിയെ പോലീസായിട്ട് കാണിക്കുമ്പോൾ പോലും പുള്ളി കുറച്ച് കലിപ്പാണ് എന്താ പറയുക മറ്റേ റൂഡാണെന്നൊക്കെ കാണിക്കുന്നതിന് അപ്പുറത്തേക്ക് പുള്ളി ഇങ്ങനെ ഒരു 10-50 പേരെ ഇടിച്ചിട്ട് ഭയങ്കര വലിയ പരിപാടി ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ എവിടെയൊക്കെ കുറച്ച് ഇത് റിയലിസം ഉണ്ട് എന്നുള്ള ലൈനിലാണ് അവർ അതിനെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷെ അവിടെയാണ് ഈ ലോജിക്ക് ഭയങ്കരമായിട്ട് എന്താ നമ്മളത് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലാസ്റ്റ് ലൈഫ് പടമാണെങ്കിൽ ഇപ്പൊ ഈ ലോജിക്കും ബാലയുടെ പടമൊക്കെ നമുക്ക് അറിയാലോ അത്രേ ഉള്ളൂ എനിക്ക് ആ ലെവൽ വരെ പോയിന്റ് തോന്നിയില്ല ഈ ക്ലൈമാക്സ് ഫൈറ്റിലാണെങ്കിലും കുറച്ചധികം കുത്തും വെട്ടും പറപ്പിക്കുന്നില്ല ആസാനല്ല പക്ഷെ ഞാൻ പറഞ്ഞ മറ്റേ ലോജിക്കിന് കാര്യം പറഞ്ഞപ്പോഴേ അപ്പം ഇതിനകത്തെ ഇത് കാണുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഇത് കുറച്ച് എവിടെയൊക്കെ ഇത് കുറച്ച് റിയലാണ് കുറച്ച് സ്ഥലത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സൂപ്പർ ഇതാവും അപ്പൊ അതുകൊണ്ട് ആ ഏരിയാസിൽ പിന്നെ ലോജിക്കലി കുറെ അധികം പ്രശ്നങ്ങൾ തോന്നി എനിക്ക് ഒരുപാട് ബുദ്ധി ഉപയോഗിക്കേണ്ടി വന്നില്ല അത്ര മണ്ടനായ ഒരു വില്ലനാണ് കാര്യം പറയാനുണ്ടോ വില്ലനെ സമാധാനത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും വില്ലൻ ഇങ്ങനെ ആലോചിക്കും ഓഹോ ഇപ്പം പറയുന്നത് സത്യമായി കേട്ടോ വില്ലൻ ഇങ്ങനെ ഭയങ്കര ഡയലോഗും പരിപാടിയൊക്കെ ഉള്ളു ആള് ശുദ്ധനാ പാവം അവൻ ഈ ഡാർക്ക് വെബിലെ ടിക്ടോക്കില് മറ്റേ സാധനം അടിക്കുന്നത് ഏതാ വടാപ്പാവ് ആ സാധനം അവനെ ഫേസ്ബുക്കിൽ ആരോ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് റിജക്ട് ചെയ്തു അപ്പൊ ഞാൻ എന്റെ സാധനം ഉണ്ടാക്കൂടാ വളരെ ജെന്യൂൻ ആയിട്ടുള്ള പാവമില്ല ആരെ വേണേ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്തു
ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്ത് തുടങ്ങി ഡാർക്ക് വെബിലെ ടിക്ടോക്ക്. ഈ ടിക്ടോക്ക് ഡാൻസ് ഇല്ല, ഓൺലി കൊല. അതെ, നിങ്ങൾ 2 കൊലവും ചെയ്യൂ, കമന്റ്സ് ലൈക്സ് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വില്ലന്മാരുടെ മോട്ടീവ് ഒക്കെ ഭയങ്കര എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് മോട്ടീവ് ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ബുദ്ധിയില്ലാത്ത സൈക്കോസ് ആണ്. അതുകൊണ്ടാണല്ലോ വീഡിയോ ആർക്ക് വേണേ വീഡിയോ അപ്ലോഡ് ചെയ്യാം, 2 വീഡിയോ അപ്ലോഡ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുപോകും. മീറ്റിന് വിളിക്കുന്നത് മീറ്റപ്പ് 2023. ഉടനെ ഞാൻ ബാഗ് എടുത്ത് പുറപ്പെടുന്നു മീറ്റപ്പിൽ അല്ലേ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മുറുക്ക് വച്ചപ്പോ. ശരിക്കും അത് ശരിയല്ലേ? ആ സൈക്കോസിന് എന്താണ് അതിനകത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയുന്നില്ലല്ലേ? അവര് ചുമ്മാ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ പറയും ഫണ്ടിന് വേണ്ടി കില്ല് ചെയ്യുന്നു, അത്ര. നമ്മൾക്ക് ഫ്രീഡം വേണമെന്നില്ല. ഓക്കെ, ഫ്രീഡം ഈ കൊലപാതകമായിട്ട് എങ്ങനെ ലിങ്ക് എന്താണെന്ന് മനസ്സിലാക്കിട്ട് ഈ നമ്മുടെ എന്തായാലും താനോസ് ലോകം മൊത്തം കൊല്ലുന്നതിന് ഒരു കാരണം പറയും. ഒരു പരിധി വരെ ഒക്കെ നമുക്ക് കേൾക്കുമ്പോ ശരിയാണല്ലോ എന്നൊക്കെ തോന്നും. ഇത് അവരുടെ ലോകത്ത് അത് പ്രശ്നമാണെന്ന് തോന്നും. ഓക്കെ, പുള്ളി നമ്മളെ മരിച്ചു കൊടുത്തു, പുള്ളി ഒരു ഹാഫ് പോപ്പുലേഷൻ പുള്ളി റിസോഴ്സസ് കുറച്ച് ഉണ്ടാവുന്ന ഒരു എക്സ്പ്ലനേഷൻ പുള്ളി ഇത് ചെയ്യുന്നതിന്. ഇതിനകത്ത് ഇവരിങ്ങനെ പറയുവാണെങ്കിലും ഇതിന്റെ മോട്ടീവായിട്ട് ലിങ്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആരെയാണ് ഇവർ കൊല്ലുന്നത്, ആ സാധനങ്ങളൊക്കെ പ്രോപ്പർ ആയില്ല അതിന്റെ എക്സ്പ്ലനേഷൻ. ഇവർ അവസാനം കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും ഞാനിങ്ങനെ അവസാനം വേറൊരുത്തനെ കൊല്ലുമ്പോൾ ഞാനിങ്ങനെ എടുത്ത് വെക്കും, ഇവനേതാ ഇത്രയും പേരെ കൊല്ലും. അതെ, ലാസ്റ്റ് ഇവനെ ഒരാളെ കൊല്ലും, ഇതാരാ ഇവനെ പറ്റി ഇവരെപ്പോഴാ എന്തിനാ പറയുന്നത് എന്നൊക്കെ ചെയ്യും. അതവസാനം ഞാൻ അത് ലാസ്റ്റ് 3 പേര് ഇരുന്നിട്ട് ഇങ്ങനെ വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്തോന്ന് ഇത് അതും ഭയങ്കര സ്പീഡ്. ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ, ഡബ് തന്നെ ഭയങ്കര സ്പീഡില്ല. അതായത് ഇവര് ഒറിജിനലി ഡയലോഗ് പറയുന്ന കുറച്ച് സ്പീഡിലാണ് ഏത് ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡബിലും മലയാളം ഡബിലും ഭയങ്കര സ്പീഡിലാണ് ഈ ഡയലോഗ് പറയുന്നത്. അപ്പൊ എനിക്ക് കുറേയൊക്കെ സ്ഥലത്ത് ഇതെന്തോ ഇവർ പറഞ്ഞതെന്ന് ചിലപ്പോൾ തിരിഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവരെന്താ പറഞ്ഞതെന്ന് മനസ്സിലായത്. അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു. ഓൾറെഡി ഡബിനകത്ത് പ്രശ്നമുണ്ട്. അതായത് ഡബിൽ കുറേ സ്ഥലത്ത് വായനക്കുമ്പം ശബ്ദമില്ല, കുറേ സ്ഥലത്ത് ഈ ലെയർ മൾട്ടിപ്ലൈഡ് ആയിട്ട് മറ്റേ ഇങ്ങനെ റിവേർബ് പോലെ കേൾക്കും സൗണ്ട്. അതിനിടയ്ക്കാണ് ഇതുപോലെ ചില സാധനങ്ങൾ തിരിയത്തുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഭാഷണം നടത്തുന്ന ഒരാളുടെ ഡബ്ബുണ്ട്, അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഈ പടത്തിന്റെ ടോണിന് ഇടയ്ക്കിടയ്ക്ക് ഇവൻ തുടക്കം ഒരു പ്രഭാഷണം കേൾക്കും, ഒരു പ്രഭാഷണം കേൾക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനം ചെയ്യും. കോമഡി ടോണാണ് എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ അത് ഈ പടത്തിന്റെ ആക്ച്വലി മറ്റേ ഇത് ഭയങ്കര സംഭവങ്ങളായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത്. പക്ഷെ നമ്മുടെ ടോൺ അതിനെ ഒട്ടും മാച്ച് ആവുന്നില്ല. നായകൻ നായകൻ വരുന്നു, അവരെ കൊല്ലുന്നു, ജനങ്ങളെ രക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ആ ടോണിൽ സംസാരിക്കും. അർജുനനെ രക്ഷിച്ച ശ്രീകൃഷ്ണനെ പോലെ പിന്നെ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യു അങ്ങനെ റെഫറൻസ് ഒക്കെ പറയുന്നത്. CTK എന്ന കൾട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ടോണുകൾ തമ്മിൽ ഇരിക്കുവാണല്ലോ. CTK കുറച്ചുകൂടെ പഞ്ച് കാണായിരുന്നില്ലേ? ശരിയാ, CTK ഒരു മെയിൻ മച്ചാൻ ഒരു പഞ്ചില്ല. അറിയാം, കുറച്ചാണല്ലോ ഫീൽഡ്. പക്ഷെ അഭിനയം വൈസ് എനിക്ക് അങ്ങനെ ഭയങ്കര ഇതും തോന്നിയില്ല. അവന് ഉള്ള സാധനം വൃത്തി ചെയ്തു. പുള്ളി ഇതേ സാധനം 1-2 ഇതിനു മുമ്പ് മറ്റേ ദർബാറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ദർബാറിലൊക്കെ പുള്ളി ഈ ഐറ്റം തന്നെ പുള്ളി സാധനം പേടിക്കുക, ഞെട്ടുക, അങ്ങനെ കുറച്ച് ടെംപ്ലേറ്റഡ് റിയാക്ഷൻസ് കയ്യിലുണ്ട്. അപ്പൊ അതെടുത്തിടും, സാർ ഇത് മതിയെന്ന് ചോദിക്കും. എത്ര ഉണ്ട് കയ്യിൽ? 5 എണ്ണം ഉണ്ട്. എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത്? ഞാൻ 3 ഓപ്ഷൻ തരും. ഞെട്ടുന്നു, കരയുന്നു, പേടിക്കുന്നു, ആ സാധനങ്ങൾ. അങ്ങനെയാണ് പുള്ളി അത് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നാനി കുറച്ച് രസം ഉണ്ടായിരുന്നു അല്ലേ? നാനിയുടെ ലുക്കും പരിപാടിയും ഇടയ്ക്ക് പുള്ളി ഇങ്ങനെ എന്ന് പറയുമ്പോൾ മറ്റേ ഭയങ്കര ഒച്ചത്ത് വിളിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് രസമായിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ഇതല്ലേ, അപകടം അല്ലേ, ആങ്കർ ഇഷ്യൂസ് ഉള്ള നായകനാണ്. അതെല്ലാ പടത്തിലും അങ്ങനെയാണ്. അതെ അതെ. സനിപ്പോത്ത ശനിവാരം എന്ന് പറഞ്ഞ കഴിഞ്ഞ പടം ഞങ്ങൾ പോയി കണ്ടായിരുന്നു. സൂര്യ സാറ്റർഡേ അതിലെ ആങ്കർ ഇഷ്യൂ അല്ലേ? ആങ്കർ ഇഷ്യൂ ആണ്. അല്ല, ഹിറ്റ് 1-ലും 2-ലും ആങ്കർ ഇഷ്യൂ ഇല്ല. ഹിറ്റ് 1-ല് നായകന് മറ്റേ ഇതാണ് ട്രോമയാണ്. സെക്കൻഡിന് അത് നായകൻ ഭയങ്കര കൂളാണ്, ഭയങ്കര കൂളാണ്. എന്ത് വന്നാലും കൂൾ ആ സാധനമാണ്. മണ്ണിലെ ആളെ കൊണ്ടുവന്നില്ലല്ലേ? മണ്ണിലാളെ കൊണ്ടുവന്നില്ല. മണ്ണിലാളെ ട്രോമലല്ലേ ഏട്ടാ, ട്രോമലല്ലേ? നിന്റെ ട്രോമ മാറിയോടാന്നൊക്കെ ആ ഡയലോഗ് വെക്കണമായിരുന്നു അകത്ത്. അല്ല, ആക്ച്വലി ഈ സെക്കൻഡ് ഈ പടത്തിൽ സ്പോയിലറാണ്. ഓൾറെഡി നമ്മുടെ ഡിസ്കഷനിൽ സ്പോയിലർ ഉള്ളതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ എൻഡിൽ ക്ലൈമാക്സിൽ അദ്വിശേഷൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്.
ആക്ച്വലി അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിറ്റ് 2-ൽ അദ്വൈഷന്റെ കല്യാണം നടക്കുന്ന സമയത്ത് അവിടേക്ക് അർജുൻ സർക്കാർ വരിക, മനസ്സിലായി. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ എന്നുള്ള അങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പുള്ളി വന്നത്. അല്ലാതെ മറ്റേ ഹിറ്റ് ഫ്രാഞ്ചൈസിലുള്ള എല്ലാവരെയും കൊണ്ടുവരാനുള്ളൊരു പരിപാടി നടക്കുന്നത്. മേ ബി ഫ്യൂച്ചറിലൊക്കെ സംഭവിക്കും. അപ്പൊ പുള്ളി മറ്റേ പുള്ളിയുടെ പട്ടി മാക്സ് പട്ടി ഇറങ്ങുന്നു, അതൊക്കെ മറ്റേ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്നു. ഈ ഞാൻ സാമ്യത്തിന്റെ കാര്യം പറഞ്ഞില്ല, 2 പടം ഇന്നിറങ്ങിയ റെട്രോയും ഇതും. മൂന്നാമത്തെ സാമ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തും ഒരു വളരെ ലെങ്തി സിംഗിൾ ഷോട്ട് ഉണ്ട്, ഫൈറ്റ് സീൻ തന്നെ അതും. അപ്പം അത് എനിക്ക് ആക്ച്വലി അത് കുറച്ച് ഇൻവിസിബിൾ കട്ടൊക്കെ ഉള്ള സാധനം തോന്നുന്നു അല്ലേ? അത് ഇതിനകത്ത് ഇൻവിസിബിൾ കട്ടാണ്, പക്ഷെ അത് പ്രസന്റ് ചെയ്തെങ്കിൽ സിംഗിൾ ഷോട്ടാണ്. എന്നാലും എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു ഇത്. മറ്റേതിന്റെ എക്സിക്യൂഷൻ ഇഷ്യൂസേ ഉള്ളൂ, പക്ഷെ അതാണ് കുറെ കൂടെ പുൾ ഓഫ് ചെയ്യാൻ പാടുള്ള സിംഗിൾ ഷോട്ട് റെട്രോയിലെ. പക്ഷേ ഈ ഫൈറ്റ് സീൻ എടുത്താലും എനിക്ക് ആക്ച്വലി ഹിറ്റിലെ ഫൈറ്റ് സീൻസ് കുറച്ചുകൂടെ എൻജോയബിൾ ആയിരുന്നു ഫീൽ ചെയ്തു. കുറച്ചുകൂടെ ഹിറ്റൊക്കെ അട്ടിക്കൊള്ളുന്ന പോലെ തോന്നുമായിരുന്നു. അടികൊള്ളുന്നു, മുറിയുന്നു, കത്തി കുത്തി ഇറക്കുന്നു, അതിനൊക്കെ ഒരു കുറച്ച് ഇമ്പാക്ട് ഉണ്ട്. അതെ, ഈ ഇഷ്ടംപോലെ CGI ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി മനസ്സിലായില്ലെങ്കിലും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വരും CGI. അതും ചെറുതായിട്ടല്ല എഴുതുന്നത് ആ സ്ക്രീനിന്റെ അത്ര. അതായത് ഇത് കാണുന്നവർ ഇത് റിയൽ ആണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അയ്യോ പേടിക്കണ്ട, ഇത് റിയൽ അല്ല, ഇത് CGI ആണ് മോനെ എന്ന് പറയുന്ന പോലെ. അയ്യോ അതാ സെൻസർ എന്താ അല്ല കൈ വെട്ടി മാറ്റും, മറ്റേ കൊച്ചിന്റെ എന്നിട്ട് ആ കൈയൊക്കെ എടുത്ത് മക്കളെ തരും. അപ്പൊ CGI കഴുകൻ പറക്കാൻ തുടങ്ങിയ CGI. ആ കഴുകനെ ഫസ്റ്റ് കാണിച്ചപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ അത് എന്തോ പ്ലോട്ട് എലമെന്റ് ആണ്, പ്ലോട്ട് തന്നെയായിരുന്നു. പടത്തിൽ അങ്ങനെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? ഒരു പക്ഷിയെ ഒരു പോലീസുകാരൻ യൂസ് ചെയ്യാണ്. ഐ മീൻ മറ്റേ അതല്ല, ഒരു പക്ഷിയെ പുള്ളിയുടെ ആവശ്യം, അതൊരു പക്ഷിയെ പുള്ളിയുടെ ആവശ്യത്തിനായിട്ട്, പക്ഷെ അങ്ങനെ ആവശ്യത്തിനായിട്ട് പുള്ളി ഭാഗമായിട്ട് അന്വേഷണത്തിന് വേണ്ടി മിസ്യൂസ് ചെയ്യുന്നില്ല, യൂസ് ചെയ്യും. ഒരു കഴുകനെ പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. അത് രസം ഉണ്ടായിരുന്നു. അല്ലേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത സാധനമാണ്. ഈ രാമായണത്തിന്റെ വല്ല റെട്രോയിലെ പോലെ തന്നെ അങ്ങനെ വല്ല എലമെന്റ് ഉണ്ട്. കാരണം ഇങ്ങനെ കഴുകനെ ചേസ് ചെയ്ത് ഇവനുള്ള സ്ഥലത്തേക്ക്, അങ്ങനെയാണ് ഇവൻ ഹനുമാന ലങ്ക കത്തിക്കല്ലേ, സംഭവിക്കില്ലല്ലോ. അല്ല മറ്റവർ ഈ കഴുകനെ ഫോളോ ചെയ്തെത്തുന്നു. അതുപോലെ തന്നെ മറ്റേ താഴെ രാമൻ ഈ അങ്ങനെ എന്തോ ഇല്ലായിരുന്നു രാമായണത്തിൽ, ജഡായു കഴുകനല്ലേ? അല്ലല്ലോ, ജഡായു കഴുകനെ പോലെ. അത് തന്നെ ഈഗിള്. ഇവരെല്ലാം മറ്റേ ഒരു ഫാമിലി ആണല്ലോ. അല്ല വത്സര വേറെ ഫാമിലി, അത് കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ട കഴുത്ത് കൊത്തി. അങ്ങനത്തെ കണക്ഷൻ ഉണ്ടായിരുന്ന മലയാളത്തിൽ പുള്ളി പറഞ്ഞത് താഴെ എല്ലാം പറയുന്നുണ്ടല്ലോ, അഭിമന്യുവും മഹാഭാരതം. നമ്മൾ ആ ലെയർ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തില്ല, കാര്യം നമുക്ക് വെറുപ്പായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങളത് നോട്ടീസ് ചെയ്തില്ല. പക്ഷേ ആ ലെയറിൽ ഇതിന് സമാനമായിട്ട് ഒരു പാരലലി എന്തെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മയില്ല. കാരണം ഞാനത് എനിക്ക് ആദ്യം വരെ അത് ആ പ്രഭാഷണത്തിനകത്ത് കൃഷ്ണന്റെയും ആ കഥയാ പറയുന്നത്. കാരണം അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൃഷ്ണൻ ആരാ പുറപ്പെടുന്ന സാധനങ്ങളൊക്കെ അവര് നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അതവിടെ ഇരിക്കട്ടെ എന്നുള്ള നമ്മൾ പറഞ്ഞു. അതെ, നമ്മൾ എടുക്കുന്നില്ല, അവിടെ വെച്ചോ, സൂക്ഷിച്ചു വെച്ചോ. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നോക്കാല്ലേ. നമ്മൾ ചുമ്മാ തമാശക്ക് ഇത് പറയുമെങ്കിലും പടം ഒരു പരിധി വരെ ഒരു നോർമൽ ജനറിക് ത്രില്ലറല്ല, ഒരു ആക്ഷൻ പടം കാണാൻ പോകുന്നവർക്ക് സാധനം ഉണ്ട് അതിനകത്ത്. ഒരു ആവറേജ് പടമാണ്, പുതുമയുള്ള കുറച്ച് എലമെന്റ്. ഹിറ്റ് 1ഉം 2ഉം തന്നൊരു പ്രതീക്ഷ വെച്ച് കാണുമ്പോൾ സെക്കൻഡ് ഹാഫ് അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഹിറ്റ് 1ഉം 2ഉം തന്നെ ഒരു ഭയങ്കര ഈ പടമൊന്നുമല്ല. അതും ഒരു മിഡ് ടു എബോ ആവറേജ് പടങ്ങളാണ് രണ്ടും. അല്ല പക്ഷേ ഒരു ആ ഫ്ലോ ഉണ്ട്. പക്ഷെ ആ രണ്ട് പടങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തെലുങ്കിൽ ഉണ്ടായിരുന്ന സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഹിറ്റ് ഫസ്റ്റ് പാർട്ടിൽ ഈ സൂപ്പർ ഹീറോയിസോ പരിപാടികളോ ഒന്നും ഇല്ല. പ്രോപ്പർ ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം വരുന്നത് ഹിറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഹിറ്റ് 2 വരുമ്പോഴത്തേക്ക് അതിനുശേഷം വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ലൈനിൽ ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് ഈ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ലൈൻ. പക്ഷെ ഇത് രണ്ടും തന്നെ ഭയങ്കര അടിപൊളി പടം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അതിലും വേ ബെറ്റർ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങൾ നമ്മുടെ ലാംഗ്വേജ്. ബട്ട് ഇത് അവിടുത്തതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന ലൈനിൽ ഓഫ് രണ്ട് പടങ്ങളാണ്. ഈ രണ്ട് പടങ്ങൾക്കും അവിടെ നല്ല സ്വീകാര്യത കിട്ടിയതും പിന്നീട് OTT വന്നതിന് ശേഷം കണ്ടവരൊക്കെ ഓക്കെ നല്ല പടം, കാര്യം ഒരു ആവറേജ് പടമാണ്. നമ്മളിപ്പോൾ ഒരു
ഈ പറഞ്ഞ ഊണ് കഴിക്കുന്നത് കാണുന്ന സിനിമ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പടം ഒരു ത്രില്ലർ കാണാം എന്ന് പറഞ്ഞിരുന്ന കാണാൻ പറ്റുന്ന പോലത്തെ ഒരു ടെംപ്ലേറ്റ് ത്രില്ലർ പടമായിട്ട്, അതായത് മറ്റേ സീരീസ് ഓഫ് മർഡർ നടക്കുന്നു ആ സാധനം. ഇതും എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. അതായത് നമ്മൾ ഒരുപാട് നമ്മളെ കൊണ്ട് പോകുന്നത് എന്തായിരിക്കും നടന്നിരിക്കുക എന്നുള്ള സാധനം അല്ലാതെ ഒരു സെറ്റ് ഓഫ് മേർഡേഴ്സ് ഉണ്ടാവുന്നു. ഒരു ഇപ്പം നമ്മുടെ ജീത്തു ജോസഫിന്റെ പൃഥ്വിരാജ് പടത്തിന്റെ മെമ്മറീസ് ഇതുപോലെ അത് ബെറ്റർ വേർഷൻ. ഞാൻ പറയുന്നത് മെമ്മറീസ് പോലെ ഹിസ്റ്ററി എന്നല്ല. ഇപ്പം നായകനൊരു ട്രെയിറ്റ് കൊടുക്കും, അതിനകത്ത് ആൽക്കഹോളിക്കാണ് എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് ദേശക്കാരനാണ്. ഇത് നമ്മൾ ഒരുപാട് കണ്ട് പരിചയിച്ചൊരു ടെംപ്ലേറ്റ് ആണ്. ആ ടെംപ്ലേറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പടവും കൂടെ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയോ മസ്റ്റ് വാച്ച് എന്നൊന്നും പറയുന്നില്ല. ബട്ട് ഇങ്ങനെ ആ ടൈപ്പ് ടെംപ്ലേറ്റ്സിലുള്ള ഒരു പടം കൂടെ കാണാം എന്ന് വിചാരിക്കുന്നവർക്ക് കാണാവുന്നൊരു അത്യാവശ്യം വെൽ മെയ്ഡ് പടമാണ്. പിന്നെ ഈ സ്ക്രിപ്റ്റിലും കുറച്ച് ഓവർ കൊമേഴ്ഷ്യലൈസ് ചെയ്ത് കുറച്ചധികം മണ്ടത്തരങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ എഡിറ്റിംഗ് എനിക്ക് കുറച്ചധികം ജമ്പി, നമുക്കിങ്ങനെ ഇത് വന്ന് വീഴുന്നില്ലല്ലോ എന്ന്. നമുക്കിത് ഇതെല്ലാം ഇങ്ങനെ ഇവരെല്ലാം ഒരു സീൻ പോലെ എടുത്തേ ചെയ്ത് ഇങ്ങനെ ചേർത്തൊട്ടിക്കത്തില്ല ആ പരിപാടി. അപ്പോൾ ഒരു സീൻ കഴിയുമ്പോഴത്തേക്ക് ഇത് കഴിഞ്ഞ അടുത്ത് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫ്ലോ ഇല്ലായ്മ അത് പലയിടത്തായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ഇടയ്ക്ക് ഒരു ഷോട്ട് ഉണ്ട്, ഒരു ഏരിയൽ ഷോട്ട് ഉണ്ട്. ഏരിയൽ ഷോട്ട് ഇങ്ങനെ വന്നിട്ട് ഫുൾ പറഞ്ഞ് കട്ട് ചെയ്തിട്ട് നൈറ്റിൽ ഇവര് ട്രെയിനിൽ പോകും. അങ്ങനെ സാധനങ്ങൾ കട്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു അതിന്റെ ഇടയ്ക്ക് ഒരു സീൻ ഉണ്ടായിട്ട് ഇവരത് എഡിറ്റിൽ ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയതുപോലെ അങ്ങനത്തെ ഒരു ഫീൽ ഇവിടെ നിൽക്കായിരുന്നു. പക്ഷേ അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു കാർ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഡ്രോൺ ഇവിടം വരെ വന്നിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഡ്രോൺ ഇത് കഴിഞ്ഞ് കാറൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോയിട്ടൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഷോട്ട് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് എഡിറ്റിൽ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ച്. ഞാൻ ആക്ച്വലി പറഞ്ഞത് ഇവര് മറ്റേ ട്രെയിനിൽ പോകുമല്ലോ, ലാസ്റ്റ് ട്രെയിനിൽ പോകത്തില്ലേ, ആ ട്രെയിനിൽ പോകുന്ന സീക്വൻസ് തൊട്ട് മുമ്പ് ഇവർ ട്രെയിനിൽ കയറാൻ പോകുന്ന സമയത്ത് പകല് മറ്റേ ഒരു വൈഡ് ഷോട്ട് കാണിക്കും, ഒരു വൈഡ് ഏരിയൽ ഷോട്ട് ഒരെണ്ണം ഇങ്ങനെ പോകും. ആ ഷോട്ട് പോയി ആ മ്യൂസിക് ഉൾപ്പെടെ ഭയങ്കര ഇതായിട്ട് കട്ട് ചെയ്തിട്ടില്ലേ, ഇന്റീരിയറിലേക്ക് കട്ട് ചെയ്യും. അത് നൈറ്റാണ്. അല്ല അത് ഒന്ന് രണ്ട് സ്ഥലത്തില്ല, അതായത് ഈ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടുകൾ ചുമ്മാ ഒരു ഷോട്ട് കാണിച്ചിട്ട് പെട്ടെന്ന് പിന്നെ അതുമായിട്ട് മാച്ച് ആവാത്തൊരു ഇന്റീരിയർ ഷോട്ട്. അല്ല ഇത് സംബന്ധിച്ച പകല് ഒരു ഷോട്ടിനെ കാണിക്കുക, എന്നിട്ട് അടുത്ത കട്ട് ഇന്റീരിയർ നൈറ്റ്. അപ്പൊ അതും ആ മ്യൂസിക്കും എല്ലാം ഈ പറഞ്ഞ പോലെ ഇടിച്ചങ്ങ് നിൽക്കുക, ഇങ്ങനെ സ്മൂത്തായിട്ട് അടുത്ത ഷോട്ടിലേക്ക് പോകുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അതൊക്കെ അങ്ങനെ എഡിറ്റിൽ കുറേ അധികം സാധനങ്ങളാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രെയിം ഡ്രോപ്പ് എന്നല്ല എന്താ പറയുന്നത്, മറ്റേ ഫ്രെയിം മിസ്സായി പോകുന്ന പോലെ ഇടയ്ക്ക് ബ്ലാക്സ് ഒക്കെ വരും ഇങ്ങനെ. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയില്ല എന്താ സംഭവം. ഇനി ഇത് തിയേറ്ററിന്റെ കംപ്ലൈന്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ വേറെ ആരെങ്കിലും കണ്ടെടുത്ത് ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഈ മെയിനായിട്ട് ഡബിങ് ഒരു 10-15 ഡയലോഗെങ്കിലും ഞാനീ വായനൊന്നും വരത്തില്ല, പ്രത്യേകിച്ച് ശ്രീനിധി ആയിട്ടുള്ള സീൻസ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഈ തെറി വല്ലതും പറയുവാണോ? അതെ അതെ, നമ്മൾ ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ചിലപ്പോൾ ഈ മ്യൂട്ട് ചെയ്യുന്ന വീടുകളുണ്ടാവില്ല ചിലപ്പോൾ. അതുണ്ട്. അതിപ്പോ അങ്ങനെ വല്ലതും ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇനിഷ്യൽ സീൻസിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ചില സീൻസ് ഇങ്ങനെ ഈ ഇനിഷ്യലി മറ്റേ കാശ്മീരി കൊലപാതകം നടക്കുമ്പോൾ മുസ്ലിംസ് എന്ന വാക്ക് അങ്ങനെ കുറച്ച് വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ താഴെ അടിയിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നോക്കിയാ മൈൻഡ് ചെയ്യുന്നില്ല. സബ്ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഡയലോഗിൽ ഇല്ലെന്നാണ്. അതല്ല അതുപോലല്ല ഇവരുടെ രണ്ടും കോൺവെർസേഷന് സബ്ടൈറ്റിലൊന്നും ഇല്ലല്ലോ. അവിടെയാണ് ഈ പറഞ്ഞ പോലെ. അപ്പം നമ്മൾ ആലോചിക്കും ഇത് എന്താണ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, പെട്ടെന്നൊരു സൈലൻസാണ്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ മലയാളം ഡബ് കണ്ടവർക്ക് കമന്റ് ചെയ്യുക അല്ലേ? അതെ അതെ, നിങ്ങൾക്ക് തോന്നിയ പ്രശ്നം. നിങ്ങൾക്ക് മലയാളം ഡബ് കണ്ടവർ നിങ്ങളുടെ ഇത് പറയും. മെയിനായിട്ട് എൻജോയ് ചെയ്തത് ഇതിന്റെ ഫൈറ്റ് സീക്വൻസസ്. പിന്നെ ഒരുപാട് പടങ്ങളിലെ ഒരു ക്ലിഷേ ബ്രേക്കിംഗ് സീൻ ഉണ്ടായിരുന്നു. മറ്റേ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്ന സാധനം, ഈ കത്തി ഒരാളെ കുത്തി കഴിഞ്ഞാലേ ഉടനെ നമ്മളിങ്ങനെ ഊരുന്ന സീൻ എല്ലാ പടത്തിലും കണ്ടു ശീലിച്ചത്. പക്ഷെ അത് ഊരുമ്പോഴാണ് കൂടുതൽ ഡേഞ്ചർ എന്നാ പറയുന്നത്. കാരണം കത്തി കുത്തുന്നതിനൊക്കെ ഡേഞ്ചർ ആണ് അപ്പൊ അത് തന്നെ ഒരു സീക്വൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഊരാൻ സമ്മതിക്കരുത് എന്ന് പറയാം. അപ്പൊ അത് അങ്ങനത്തെ കുറച്ച് എവിടെയൊക്കെ വർക്ക് വരുന്നുണ്ട്. പക്ഷെ വർക്ക് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളതിന്റെ ആക്ഷൻ സീക്വൻസസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതായത് എനിക്ക് മനസ്സിലായത് ഈ പടത്തിന്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അവിടെയാണ് ഈ സിനിമ കുറച്ചുകൂടെ മേളിലേക്ക് പോകുന്നത്. അത്ര നേരം ഈ സിനിമയിൽ ഇങ്ങനെ ഈ അന്വേഷണം നടക്കുന്നു, കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരിപാടി നടക്കുന്നു. അവസാനത്തെ 20 മിനിറ്റിൽ ഈ പറഞ്ഞ ആക്ഷനും കുറെ ഈ പുതിയ വേൾഡ്, അതായത് ഈ പറഞ്ഞ മറ്റേ CTS അതൊരു ശ്രമമാണ്. അതെ, ആ CTKയുടെ അവരുടെ മറ്റേ കുടുംബയോഗത്തിലുള്ള അവിടെ വരുന്ന ആൾക്കാരും അവിടെ നടക്കുന്ന കൊലകളും ഈ പറയുന്ന പോലെ അവിടുത്തെ ടിക്ടോക്ക് ഒക്കെ കുറച്ച് രസമായിട്ട് തോന്നിയായിരുന്നു. അതിങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ഡാർക്ക് വെബിനെ കുറിച്ച് നമുക്ക് പരിചയമുള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ സൈറ്റ്സ് കണ്ടിട്ടുണ്ട്, മെയിനായിട്ട് ടെററിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അത് അവർ ഇങ്ങനെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട്
ആയതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അത് കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ടി കുറച്ചധികം മണ്ടനിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോഴേ എന്ന് ചോദിക്കണമെന്ന് തോന്നുന്നു. അതിങ്ങനെ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അതിന്റെ മെയിൻ എലമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടേ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് ഓവറാക്കുന്നില്ല. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ ഡാർക്ക് വെബ് ഫോർ ഡമ്മീസ് അങ്ങനെ പറയുന്നുണ്ട്. അല്ല, അങ്ങനെ ഉണ്ട്. എന്തെങ്കിലും മനസ്സിലാക്കാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സീരീസ് ഓഫ് ബുക്കുകളുണ്ട്. ഇതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എളുപ്പം വായിച്ചാൽ മനസ്സിലാക്കുന്ന രീതിയിലുണ്ട്. അത് സെർച്ച് ചെയ്ത് ഇപ്പം ഫോട്ടോഗ്രാഫി പഠിക്കണമെങ്കിൽ ഫോട്ടോഗ്രാഫി ഫോർ ഡമ്മീസ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് വായിക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ഭയങ്കര സിമ്പിൾ. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റർ സിനിമ കാണേണ്ടവർക്ക് അതിന്റെ ഡമ്മിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പരിപാടി. ഹിറ്റ് ഫോർ ഡമ്മീസ് എന്ന് പറഞ്ഞിട്ട് നാനി ഫാൻസ് തന്നെ എടുക്കും കേട്ടോ. ഫാൻസുകാരെ നമ്മൾ പേടിക്കേണ്ട കാര്യം. കൂടുതൽ പടം നാനിയുടെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. ആണോ? അപ്പൊ ഇവന് നാനി ഫാൻ ആട്ടോ. അങ്ങനെ പറഞ്ഞല്ല തെറ്റിയിരിക്കും. ഞാൻ സൂര്യ സാറ്റർഡേ കണ്ടിട്ടുണ്ട്, ഈച്ച കണ്ടിട്ടുണ്ട്. ഈച്ച 2 വട്ടം കണ്ടു. മലയാളം കണ്ടിട്ട് തെലുങ്ക് കണ്ടിട്ടുണ്ട്. അറിയോ? പിന്നെ ഏത് പടം? ഈ പടം അല്ല, ഇത് 3 പടം. അതല്ലാതെ വേറെ പടം കൂടെ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ കുട്ടിയെ 3 ഈ പടം ഹിറ്റാ ഹിറ്റ് 3. ഞാൻ ഈച്ച മാത്രമേ കണ്ടിട്ടുള്ളൂ. അണ്ടേ സുന്ദരാനിക്ക് എന്നുള്ള പടമില്ല. കണ്ടില്ല. ശരി. ബാക്കിയെല്ലാം OTT. ഈ പടം ഇവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞില്ല ആവറേജ് പടം എന്ന് പറഞ്ഞു. ഇറ്റ് 1 and 2 വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര വർക്കായില്ല. ആവറേജ് പടമായിട്ട് തോന്നിയുള്ളൂ. ഹിറ്റ് സീരീസ് ഫാനാണ്. ഹിറ്റ് സീരീസ് ഫാൻ ഒന്നും പറയാൻ സമ്മതിച്ചു. നാച്ചുറൽ സ്റ്റാറിന് വേണ്ടി ഞാൻ ഈ പടം കണ്ടു. നീ ആർക്ക് വേണ്ടി കണ്ടേ? ഞാൻ നാച്ചുറൽ സ്റ്റാറിന് വേണ്ടിയാണ്. എനിക്ക് ആക്ച്വലി ഈ നാനിയുടെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ പുള്ളിയുടെ കുറേ അത്യാവശ്യം എനിക്ക് തോന്നുന്നു പടങ്ങളെല്ലാം കണ്ടുണ്ടെന്ന് തോന്നുന്നു. കാണാത്ത എന്തെങ്കിലും ചെറിയ 1-2 പടം കാണാൻ ചാൻസ് ഉള്ളൂ. വളരെ ലേറ്റായിട്ടാണ് ഞാൻ ഈ ഹായ് നാന എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിടയ്ക്ക് കണ്ടത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ സിനിമ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ട് പടം. അപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇത് ഇത്രയും നാളായിട്ട് ഞാൻ എന്തുകൊണ്ടാണ് കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീ ജഡ്ജ്മെൻ്റ് ഉണ്ടല്ലോ. അതായത് ഇത് നമുക്ക് പറ്റിയ ടൈപ്പ് സാധനമല്ല, ഇത് മറ്റേ ഈ കുറച്ച് റൊമാൻസ് ഫീൽ ഗുഡ് പരിപാടി, അത് വേണ്ട നമുക്ക്. കാര്യം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാം നമുക്ക്. ചിലപ്പോൾ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നൊരു മൂഡുണ്ടല്ലോ, ആ മൂഡാണ് പടം എന്നുള്ള ലൈനിൽ. അല്ലെങ്കിൽ അത്രേ ഉണ്ടാവുന്നുള്ളൂ സിനിമയ്ക്കകത്ത്. ആ സിനിമ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചൊരു പടമാണ്. അതുകൊണ്ട് തന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കാണ് കണ്ടത്. അത് എനിക്ക് തോന്നുന്നു 2022 എന്തോ റിലീസായ പടമാണെന്ന് തോന്നുന്നു. പാട്ടൊക്കെ ഭയങ്കര ഹിറ്റാണ്. അതിന്റെ കുറച്ച് സീനുകളൊക്കെ ഇൻസ്റ്റയിൽ. അപ്പം ഞാൻ ഈ പടം ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ വെറുതെ എടുത്തിരുന്ന് ഇതിങ്ങനെ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സ് എടുത്ത് എന്നാൽ ഈ പടം ഒന്ന് ചുമ്മാ കണ്ടു നോക്കാം. അത് ചിലപ്പോൾ മൂഡ് മാറുമല്ലോ. നമ്മൾ ഇംഗ്ലീഷ് പടങ്ങൾ കുറേ കണ്ട് നമുക്ക് മട്ടത്തിരിക്കുമ്പം വെറൈറ്റി ആയിട്ടൊരു തെലുങ്ക് പടം കാണാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ പടം വെറുതെ എടുത്തിട്ട് കണ്ടു നോക്കിയത്. കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ശരിക്കും നമ്മൾ പറയാത്തില്ല, നമുക്കിങ്ങനെ എപ്പോഴും അടിയും പിടി പടങ്ങൾക്കല്ലാതെ ഇടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ പടങ്ങൾ കാണുമ്പോൾ ഒരു സമാധാനം കിട്ടും. ശരിക്കും അതാ സമാധാനം കിട്ടി എനിക്ക്. ഞാനത് കണ്ടപ്പോൾ വളരെ നല്ല പടമാണല്ലോ. ആ സിനിമ ഏത് ലാംഗ്വേജിലേക്കും റീമേക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ല ഏത് സെറ്റിങ്ങിൽ കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പടം. അതെനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും വരുന്നതുകൊണ്ട് ആ സിനിമയ്ക്കൊരു സ്കെയിലുണ്ട്. ആ സിനിമ നമ്മുടെ മലയാളത്തിൽ ചെയ്താൽ നമുക്കത് സ്കെയിൽ കുറച്ചും ചെയ്യാൻ പറ്റും. ആ ഇമ്പാക്റ്റോടെ തന്നെ സ്കെയിൽ കുറച്ചും ചെയ്യാൻ പറ്റും. അതുപോലെ വലിയ ആൾക്കാർ സ്കെയിൽ കൂട്ടിയും ചെയ്യണം. എങ്ങനെ ഏത് രീതിയിലും അതിനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു സ്ട്രക്ചർ ആ പടത്തിൻ്റെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചു അങ്ങനത്തെ കൊച്ചു കഥകൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ള സംഭവം. അതിൻ്റെ കഥ ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പഴയ ബോളിവുഡ് ലൈനിലുള്ള ഒരു സംഭവം, അതായത് കരൺ ജോഹറിൻ്റെ ഒക്കെ ഒരു പടം ഉണ്ടല്ലോ ബോളിവുഡിലെ മറ്റേ ഭയങ്കര വൃത്തിയുള്ള സിനിമകളില്ലേ, ആ ഒരു മൂഡിലാണ് ഇപ്പോൾ ഈ സിനിമയെ പ്ലേസ് ചെയ്തിരിക്കുന്നതും ട്രീറ്റ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ അത് എനിക്ക് അന്ന് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഒരു കൊള്ളല മ്യൂസിക് ഹിഷാം അബ്ദുൽ വഹാബാ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര രസമാണ് പടം ത്രൂ ഔട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഞാനിയുടെ കുറേ പടങ്ങൾ, അത് കഴിഞ്ഞ് വന്ന കുറേ പടങ്ങളും ഈ സൂര്യ സാറിൻ്റെ പുള്ളിയുടെ സെലക്ഷൻ ഓഫ് ഫിലിംസ് ഭയങ്കര പുള്ളിയുടെ എല്ലാ അത്യാവശ്യം എല്ലാവരും മിനിമം പടങ്ങളല്ലേ. ദസറ ഞാൻ തിയേറ്ററിൽ കണ്ടോടാം. അപ്പം 4 പടമായി ഞാൻ തിയേറ്ററിൽ കണ്ടോടാം. അത് നല്ല പടമാണ്. ഈ വീഡിയോ കാണാൻ വരുന്ന അത്ര നല്ല പടമല്ല, അതൊരു യൂഷ്വൽ ടെംപ്ലേറ്റിലുള്ള പടമാണ്. പക്ഷേ വിഷ്വലി ഭയങ്കര ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു. അതെ, കാരണം കുറച്ച് മറ്റേ ഡാർക്ക് ആയിട്ട് മറ്റേ റൂറൽ ഏരിയ നടക്കുന്ന ഒരു കഥ പോലത്തെ സെറ്റപ്പാണ്. ഇവര് ഭയങ്കര ലോക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ വീഡിയോ കാണാൻ വന്നതിന്റെ വൻ ലാഭം ഒരേ വീഡിയോക്കകത്ത് 3-4 പടത്തിന്റെ റിവ്യൂ പറയും. എനിക്ക് ആക്ച്വലി മറ്റേ സൂര്യ സാറ്റർഡേ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ശരിപ്പാത്ത ശനിവാരം, അതാണ് എനിക്ക് ഇതിലും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തേക്കുന്നത്. അത് ബെറ്റർ ഫിലിം അതാണ്.
ഇതെനിക്കൊരു ഭയങ്കര മിഡ് പടമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളൂ. എനിക്കിങ്ങനെ ഭയങ്കര ഹയ്യോ പരിപാടി. പിന്നെ എനിക്ക് അവസാനത്തെ ഒരു 20 മിനിറ്റ് ആക്ഷൻ പരിപാടിയൊക്കെ വന്നപ്പോഴത്തേക്ക് കൊള്ളാം പരിപാടി. പിന്നെ ഈ രക്തച്ചൊരിച്ചിലാണ് മൊത്തത്തിൽ കുറച്ച് വില്ലൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. ഇത്രയും ഈ മിഡ് പടത്തിനെ കുറച്ചും കൂടെ നമുക്ക് അതായത് ഇടയ്ക്ക് ആക്ച്വലി ഇപ്പം നമ്മൾ കൂട്ടുകാരായിട്ടൊക്കെ ഇപ്പോൾ പടം കാണാൻ പോയിരുന്നാൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തമാശയൊക്കെ പറയും. സീൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ തമാശയൊക്കെ പറയും. അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഞാനും പുള്ളിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീനിലെ കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ചേട്ടാ ഇവിടെ നടക്കുന്നത്, എന്തിനാ ഇതൊക്കെ കാണിക്കുന്നു എന്ന് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടും. ഒന്നും പ്രത്യേകിച്ച് സംഭവിക്കുന്നില്ല. ഇടയ്ക്ക് ഒരു സമയത്ത് ഞാനിങ്ങനെ പടത്തിൽ ഈ പടം ചിലപ്പോൾ ഇവിടുന്ന് പടം കയറുമെന്ന് തോന്നിയ മൊമെന്റിൽ പെട്ടെന്ന് ശ്രീനിധി വന്നിട്ട് വരെ തലേന്ന് വരെ ഒരു ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ നോക്കി കണ്ട് ഉടനെ റൊമാൻസ് മ്യൂസിക് ഞാനവിടെ നിന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. എന്തിനാണ് ഇതൊക്കെ ഇവിടെ കാണിക്കുന്നത്? അവിടുന്ന് അത് പിന്നെയും കുഴപ്പമില്ലെന്ന് പറയും. വേറെ സാധനം ഉണ്ട്, ഇവന്മാർ രണ്ടും കൂടെ ബിൽഡിങ്ങിനെ ഉണ്ടാക്കുന്ന കാറിനെ ഉണ്ടാക്കിയിട്ട് വരും. അപ്പോഴും ഓടി വരും. എന്തെങ്കിലും ഡാഡി എന്തെങ്കിലും പറ്റുമോ ചോദിക്കാം. ശരീരം മൊത്തം വിട്ട് കെട്ടിടത്തിന് വെളിയത് വണ്ടിയുടെ പുറത്ത് ഓണിപ്പടി കാണാനാണോ മറ്റേ ധർമ്മജ പറയത്തില്ലേ, എനിക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, ഇത് കാണുന്നില്ലടേ, ഇത് ഒളിഞ്ഞിരിക്കുന്ന അത് എന്തെങ്കിലും പറ്റുമോ അതാണ്. അങ്ങനത്തെ കുറെ ക്ലീഷ സാധനങ്ങളൊക്കെ ഓവറായിട്ട് ചെയ്യണം അല്ലേ. പിന്നെ ഈ സിനിമയുടെ ടെയിലെൻഡിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് ഓൾറെഡി ഇവര് ഞാന് തന്നെ ഇന്റർവ്യൂല് പൊളിച്ചു കൊടുത്തു. അടുത്ത പടത്തിന് അതായത് 5ാമത്തെ ഹിറ്റ് 5 ആരാണ് അഭിനയിക്കുന്നുള്ളത് അവര് പൊളിച്ചു. അപ്പൊ അതുകൊണ്ട് അതിപ്പോ ഞങ്ങളായിട്ട് ഇനി പറയണ്ട, കാണുന്നുണ്ട് അല്ലേ. അതെ, നമ്മളിനി പറയണം. നമ്മൾ ആരും പറഞ്ഞില്ല എന്ന് പറയാം. അതിലൊരു ത്രില്ലുള്ളൂ അല്ലേ. ഇതിലൊരു ത്രില്ലില്ല. ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അതിനെ പറയുന്നില്ല അറിയത്തില്ല. അതുകൊണ്ട് മ്യൂസിക് ഏതായിരുന്നു? മിക്കി ജെ മേയർ. മ്യൂസിക് ശ്രദ്ധിച്ചില്ല ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. അതൊരു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ആ പടത്തിന്റെ ടോൺ അങ്ങനെ പോയി, നമ്മളങ്ങനെ എടുത്ത്. അല്ല, ഞാനത് ഇപ്പൊ ഇറങ്ങുമ്പോൾ പോലും എനിക്ക് മനസ്സിലൊന്നും ഇല്ല. ഞാൻ അതിനെ പറ്റി എൻജോയ് ചെയ്യാം. ഈ പറയുന്ന ആക്ഷൻ നമ്മൾ വീണ്ടും പറയുകയാണ്, ആക്ഷൻ സീൻസ് ആണ്. ഞാൻ കുറച്ച് ആക്ഷൻ സീൻസ് ആണെന്ന് പറയുമ്പോൾ ഒരുപാട് ആക്ഷൻ സീൻ ഒന്നും ഇല്ല, 2 മെയിൻ ആയിട്ട്. എന്നോട് എനിക്ക് വെറൈറ്റി തോന്നുന്ന ആ റിംഗ് ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓവറോൾ ഒരു വാച്ചബിൾ മൂവി. ഹിറ്റ് ആകുമോ? സിനിമ കാണാനുള്ളവർ പോയി കണ്ടു നോക്കുക തിയേറ്ററിൽ. ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ നമ്മളെക്കാൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതുണ്ടായിരിക്കും. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളോ ഇപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും എതിരെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാം. പക്ഷെ പിന്നെ മറ്റേ അവസാനം വന്നിട്ട് നാനി ഫാനാണ് മറ്റേ ഫാനാണെന്ന് പറഞ്ഞേക്കില്ലേ, അതിനുള്ള ഇടി പുള്ളി കൊടുത്താൽ മതി. ഇക്കാ ഫാനാണെന്ന് പറഞ്ഞത് പുള്ളിയാണ്. പിള്ളേർ പൊങ്കാലിടുക ഇക്കാ ഫാനെ.